10ാം ക്ലാസ് ഐടിയിലെ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിന്റെ ഏറ്റവും താഴെയായിട്ട് ഓരോ പേജിലും ഓരോ ചിത്രങ്ങൾ കാണാം. ഒരു നായ്ക്കുട്ടിയുടെയും അതേപോലെ ഒരു ചെടിയുടെയും. ഈ പേജ് വേഗത്തിലൊന്ന് മറച്ചു നോക്കി, എന്താ കാണാൻ പറ്റുന്നേ? ചെറിയൊരു മൂവ്മെന്റ് അല്ലെ, ചെറിയൊരു ആ ഒരു ചിത്രങ്ങൾക്ക് ചെറിയൊരു ജീവൻ വരുന്ന പോലെ, അല്ലെങ്കിൽ ആ നായ്ക്കുട്ടി ഇങ്ങനെ വാലാട്ടുന്നത് പോലെയും അവസാനത്തോട്ടേക്ക് എത്തുന്ന സമയത്ത് ആ ചെടി ഇങ്ങനെ വളർന്ന് വലുതാവുന്നത് പോലെയൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. അതായത് സത്യം പറഞ്ഞാൽ ഓരോ പേജിലും ഓരോ ചിത്രവും സ്റ്റില്ലായിട്ട് നിശ്ചലമായിട്ടാണുള്ളത്. എന്നാൽ നമ്മളത് വേഗത്തിൽ മറച്ചു നോക്കുമ്പം അതിന് ഒരു കണ്ടിന്യൂഷൻ അല്ലെ, അതിലൊരു ജീവൻ വരുന്ന പോലെ, അല്ലെങ്കിൽ അതിലേക്ക് ഒരു മൂവ്മെന്റ് വരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട്. സത്യത്തിൽ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ തോന്നുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൻ്റെ ഒരു സവിശേഷതയാണ്, നമ്മുടെ കണ്ണിൻ്റെ ഒരു ഫീച്ചറാണ്. അതിനെയാണ് നമ്മൾ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അഥവാ വീക്ഷണ സ്ഥിരത എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കണ്ണിൻ്റെ മുന്നിലേക്ക് ഒരു ചിത്രം വന്നു നിന്ന് കഴിഞ്ഞാൽ, അത് നമ്മുടെ കണ്ണിലേക്ക് തങ്ങി നിന്ന് കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയത്തേക്ക് ആ ഒരു ചിത്രം നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിൽ ഉണ്ടാവും. ഓക്കെ, അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 1/16 നേരം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ, ആ കണ്ണിൻ്റെ റെറ്റിനയിൽ ആ ചിത്രം ഉണ്ടാവും. അങ്ങനെ ഒരു ചിത്രം നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ വേറൊരു ചിത്രവും കൂടി, ഒരു രണ്ടാമത്തെ ഒരു ചിത്രവും കൂടി നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ആ ആദ്യത്തെ ചിത്രവും രണ്ടാമത്തെ ചിത്രവും തമ്മിൽ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് ഫീൽ ചെയ്യും. ഇതേ സംഭവം തന്നെ നമുക്ക് നമ്മുടെ ഏനിമേഷൻ സിനിമകളിലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ എന്തായാലും 10ാം ക്ലാസ് ഐടിയിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ലെറ്റ്സ് ഗിവ് ലൈഫ് ടു പിക്ചേഴ്സ്, ചിത്രങ്ങൾക്ക് ജീവൻ പകരാം എന്ന ചാപ്റ്ററിലൂടെ ചെറിയ ചെറിയ ഏനിമേഷൻ വീഡിയോകൾ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മൾ പണ്ട് മുതലേ പലതരം ഏനിമേഷൻ സിനിമകൾ കണ്ടിട്ടുണ്ട്. കൊച്ചു TV, പോഗോ, CN എന്തോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ യൂട്യൂബിലൂടെ ഒക്കെ ഒരുപാട് ഏനിമേഷൻ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കുറച്ച് എക്സാമ്പിളുകളാണ് വാൾട്ട് ഡിസ്നിയുടെ ജംഗിൾ ബുക്ക്, ദ ജംഗിൾ ബുക്ക്, അതേപോലെ തന്നെ ബാംബി, സിൻഡ്രല. ഇതൊക്കെ ഈ സിനിമകളൊക്കെ തന്നെ 2D സിനിമകളാണ്, 2 ഡയമെൻഷണൽ ഏനിമേഷൻ മൂവീസ് ആണ്. ഓക്കെ, ഇത്തരത്തിലുള്ള 2 ഡയമെൻഷണൽ 2D ആയിട്ടുള്ള ഏനിമേഷൻ സിനിമകൾ അല്ലെങ്കിൽ ഏനിമേഷൻ വീഡിയോകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ആപ്ലിക്കേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. അത്തരത്തിലുള്ള ചില പ്രധാനപ്പെട്ടതാണ് ഓപ്പൺ ടൂൾസ്, അതേപോലെ 2P Tube Desk. ഇതൊക്കെ തന്നെ 2D ഏനിമേഷൻസ് തയ്യാറാക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ്. ഈ പേരുകൾ നിർബന്ധമായിട്ടൊന്ന് എഴുതി വെച്ചേക്കണം. എന്നാൽ വേറെ ചില സിനിമകൾ, ബിഗ് ബഗ് ബണ്ണി, ഷ്രെക്ക്, വോൾ-E, ഈ സിനിമകളൊക്കെ തന്നെ 3D ഏനിമേഷൻ സിനിമകളാണ്. 3D ഏനിമേഷൻ സിനിമകളൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ബ്ലെൻഡർ, ഓട്ടോഡെസ്ക്, മായ, അഡോബ് ഡൈമെൻഷൻ. ഇതൊക്കെ തന്നെ 3D ഏനിമേഷൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ലാപ്ടോപ്പിലുള്ള GNU ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അകത്തുള്ള ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന 2D ഏനിമേഷൻസ് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. ആദ്യം നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊക്കെയുള്ള ഫോൾഡർ എടുത്തിട്ട് നമ്മൾ വേറൊരു ഫോൾഡറിലേക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിനുവേണ്ടി നമ്മൾ ആദ്യം ഫയൽസിലേക്ക് വരിക. താഴെ ഫയൽസ് ഉണ്ട്, ഫയൽസിലേക്ക് വരിക. അതിൽ നമ്മുടെ റിസോഴ്സുകളൊക്കെ ഉള്ളത് സ്കൂൾ റിസോഴ്സസ് എന്ന് പറയുന്ന ഫോൾഡറിലാണെന്ന് നമുക്കറിയാം. ആ ഒരു ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മുടെ ക്ലാസ് 10 എന്ന നമ്മുടെ ഫോൾഡർ ഉണ്ട്, ആ ഫോൾഡറിലേക്ക് വരിക. അതിൽ ഏനിമേഷൻ എന്ന് പറയുന്ന ഒരു ഫോൾഡർ കാണാം. ഈ ഫോൾഡറിനകത്താണ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളും ഉള്ളത്. ഇതിനെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് കോപ്പി ചെയ്യാം. സിമ്പിളാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി കൊടുക്കുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി. എന്നിട്ട് നമ്മൾ വേറെ ഒരു ഫോൾഡറിലേക്ക് മാറ്റുന്നതാണ്. എളുപ്പത്തിന് വേണ്ടി ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്, ഡോക്യുമെൻറ്റ്സ്, അതിലേക്ക് വരിക. ഓക്കെ, ഈ ഫോൾഡറിനകത്ത് ഇവിടെ എവിടെയെങ്കിലും ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് കൊടുക്കുക, റൈറ്റ് ക്ലിക്ക്, പേസ്റ്റ്. അപ്പോൾ ആ ഏനിമേഷൻ എന്ന് പറഞ്ഞ ഫോൾഡർ ഇവിടെ കിട്ടി. ഇതിനകത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സീനുകളൊക്കെ റെഡിയാക്കാനുള്ള റിസോഴ്സുകൾ ഇതിനകത്ത് തന്നെ ഉണ്ട്. ക്ലിയർ അല്ലേ? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ രീതിയിൽ ആ സ്കൂൾ റിസോഴ്സിനകത്തുള്ള നമ്മുടെ ഏനിമേഷൻ്റെ ഫോൾഡർ എടുത്തിട്ട് നിങ്ങളുടെ ഫോൾഡറിലോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലോ ഇട്ട് വെക്കുക. ഇനി നമ്മൾ നമ്മുടെ ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. ബാക്കിയുള്ള ആപ്ലിക്കേഷനൊക്കെ തന്നെ ഓപ്പൺ ചെയ്യുന്ന പോലെ താഴെ ഷോ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഷോ ആപ്ലിക്കേഷൻസിലേക്ക് വരിക. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള ആപ്ലിക്കേഷൻസ് ഇവിടെ ടൈപ്പ് ടു സെർച്ച് എന്ന സ്ഥലത്ത് സെർച്ച് ചെയ്തെടുക്കാം. ഇവിടെ ഓപ്പൺ എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്പൺ ടൂൾസ് എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഏനിമേഷൻസ് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ. ജസ്റ്റ് ഇതിന് മുകളിൽ ക്ലിക്ക് ചെയ്യാം. ഈ രീതിയിലാണ് ആദ്യം തന്നെ നമുക്ക് കാണാൻ പറ്റുന്നത്. ആദ്യം തന്നെ ഓപ്പൺ ടൂൾസ് സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിൻഡോ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്.
അതായത് നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആദ്യം മുന്നൊരുക്കമായിട്ട് ചെയ്യണം? ആദ്യം നമ്മൾ ഒരു സിനിമയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആനിമേഷൻ വീഡിയോ ഉണ്ടാക്കണമെങ്കിൽ നമുക്കതൊരു തീം വേണം, അല്ലെ? ഒരു തീം വേണം, അഥവാ ഒരു പ്രമേയം വേണം. ആ പ്രമേയത്തിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ അതിനൊരു കഥ എഴുതണം. ആ കഥയെ നമ്മൾ കൃത്യമായിട്ട് സീനുകളായിട്ട് തിരിക്കണം. അതുകൂടാതെ ഒരു ആനിമേഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു ആനിമേഷൻ സിനിമയൊക്കെ തയ്യാറാക്കുമ്പോൾ ഓരോ സീനിൽ ഏതൊക്കെ കഥാപാത്രങ്ങൾ, എന്തൊക്കെ ആക്ഷൻസ് ഉണ്ടാവും, പശ്ചാത്തല സംഗീതം, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടോ ഇല്ലയോ, അതിൻ്റെ ഡ്യൂറേഷൻ, ഈ കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള, ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറി ബോർഡ് നമ്മൾ തയ്യാറാക്കണം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു സ്റ്റോറി ലൈൻ കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റോറി ലൈനിനെ അടിസ്ഥാനമാക്കിയിട്ട് 2 സീനിൻ്റെ സ്റ്റോറി ബോർഡും തന്നിട്ടുണ്ട്. ആ സ്റ്റോറി ബോർഡ് വെച്ചിട്ടായിരിക്കും നമ്മളിവിടെ നമ്മുടെ ആനിമേഷൻ സിനിമ അല്ലെങ്കിൽ ആ ഒരു ആനിമേഷൻ്റെ 2 സീനുകൾ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആനിമേഷൻ്റെ 2 സീനുകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മൾ റെഡിയാക്കുന്നത്. 2 സീനുകളേ ഉള്ളൂ. ആ 2 സീനും റെഡിയാക്കിയിട്ട് നമ്മളതൊന്ന് എഡിറ്റ് ചെയ്ത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പുതിയൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്, ന്യൂ പ്രൊജക്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ന്യൂ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വിൻഡോ വരുന്നുണ്ട്. ഇവിടെ ഇത്ര മാത്രം ചെയ്താൽ മതി. പ്രൊജക്റ്റിനൊരു പേര് കൊടുക്കുക. നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന വീഡിയോൻ്റെ പേര് എന്ന് പറയുന്നത് ലൂണ, അല്ലെങ്കിൽ ഈ പ്രൊജക്റ്റിൻ്റെ പേര് എന്ന് പറയുന്നത് ലൂണ എന്ന് തന്നെയാണ്. നമ്മൾ ലൂണ എന്ന് കൊടുക്കുന്നു, LUNA. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി നിങ്ങളുടെ സിസ്റ്റത്തിൽ വേറെ ആരെങ്കിലും ലൂണ എന്ന പേരിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ പേരിൽ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ അതിന് കണക്കായിട്ട് നിങ്ങൾ പേര് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊജക്റ്റ് ഡിലീറ്റ് ചെയ്യുക. കാരണം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള അതേ പേരിൽ നമുക്കൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂല. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ലൂണ എന്ന പേരിൽ ഒരു പേര്, ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്തു. ആ ഒരു പേരിൽ നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ഇവിടെ വേറെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്കിവിടെ ലൂണ എന്ന് കാണാൻ പറ്റും, കറൻറ്റ് പ്രൊജക്റ്റ് ലൂണ. ഇതിനകത്താണ് നമുക്ക് ആവശ്യമായുള്ള സീനുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓപ്ഷൻസ് ഉണ്ട്, ഓപ്പൺ എക്സിസ്റ്റിംഗ് സീനും ക്രിയേറ്റ് ന്യൂ സീനും. ഇതിൽ ക്രിയേറ്റ് എ ന്യൂ സീൻ എന്ന് പറഞ്ഞ ടാബിലേക്ക് വരിക. കാരണം നമ്മളൊരു പുതിയ സീനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മളോട് പറയുന്നത് നമ്മുടെ സീനിനൊരു പേര് കൊടുക്കാനാണ്. സീൻ 1 എന്ന പേര് കൊടുക്കുന്നു. സീൻ 1 എന്ന പേര് കൊടുക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് തന്നെ പേര് കൊടുക്കണം കേട്ടോ. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം സീൻ 1 എന്ന പേര് കൊടുക്കാൻ. പേര് കൊടുത്തു. ഇനി നേരെ ക്യാമറ സൈസിലേക്ക് വരിക. ക്യാമറ സൈസ്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് കുറേ സൈസുകൾ കാണാൻ പറ്റും. അതിൽ HD 720 എന്ന് പറയുന്ന ഒരു ക്യാമറ സൈസ് ഉണ്ട്. ഈ ഒരു ക്യാമറ സൈസാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ഇനി നേരെ ഇവിടെ യൂണിറ്റ്സ് കാണാം. യൂണിറ്റ്സ് ചിലപ്പോൾ ഇഞ്ചിലൊക്കെയാണ് കാണുക. അത് നേരെ മാറ്റിയിട്ട് ആദ്യം കാണുന്ന പിക്സലിലേക്ക് മാറ്റണം. യൂണിറ്റ്സ് പിക്സലിലേക്ക് ആക്കി കൊടുക്കുക. ക്ലിയർ? ഇനി അതിൻ്റെ തൊട്ട് താഴെ ഫ്രെയിം റേറ്റ് ഉണ്ട്. ഫ്രെയിം റേറ്റ് ഇപ്പോൾ കിടക്കുന്നത് 24-ലാണ്. 24 മാറ്റിയിട്ട് നമ്മൾ 12 ആക്കി കൊടുക്കുന്നു. 12 ഫ്രെയിം റേറ്റ് 12 എന്നാക്കി കൊടുക്കുക. എന്താണ് ഫ്രെയിം റേറ്റ്? നിങ്ങൾ FPS എന്ന് കേട്ടിട്ടുണ്ടോ? ഫ്രെയിം പെർ സെക്കൻഡ്. അതായത് നമ്മളിവിടെ ഫ്രെയിം റേറ്റിൽ എത്രയാണോ കൊടുക്കുന്നത് അത്രയും ഫ്രെയിമുകളായിരിക്കും ഒരു സെക്കൻഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അർത്ഥം. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് ഒരു ചിത്രമായിട്ട് നമുക്ക് എടുക്കാം, ഇമാജിൻ ചെയ്യാം. ഒരു ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഒരു ചിത്രം. നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ കുറേ ചിത്രങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് നമുക്കതിങ്ങനെ ജീവനുള്ളത് പോലെ തോന്നുക എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡിൽ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ എത്ര നിശ്ചല ചിത്രങ്ങൾ, എത്ര സ്റ്റിൽ ഇമേജസ് കടന്നു പോകണം എന്നുള്ളതാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഫ്രെയിം റേറ്റ് 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 12 സ്റ്റിൽ ഇമേജസ് ആയിരിക്കും, അല്ലെങ്കിൽ 12, കറക്റ്റായിട്ട് പറഞ്ഞാൽ 12 ഫ്രെയിംസ് ആയിരിക്കും നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിം വേണം എന്നുള്ളതാണ് ഫ്രെയിം റേറ്റ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സീനിനൊരു പേര് കൊടുത്തു, ക്യാമറ സൈസ് ചൂസ് ചെയ്തു, യൂണിറ്റ്സ് പിക്സലാക്കി കൊടുത്തു, ഫ്രെയിം റേറ്റ് 12 ആക്കിയിട്ട് സെറ്റ് ചെയ്തു. ഇത്രയേ ചെയ്യാനുള്ളൂ. ക്രിയേറ്റ് സീൻ എന്ന് പറയുന്ന ബട്ടണിന് ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് സീൻ. ഓക്കെ, ഞാൻ ഇതിനൊന്ന് മാക്സിമൈസ് ചെയ്യാണ്, വലുതാക്കുകയാണ്. ഇവിടെ മുകളിൽ കുറേ റൂമുകളുണ്ട്. ഇതിനെയാണ് നമ്മൾ റൂംസ് എന്ന് പറയുന്നത്. ഇതിൽ ആനിമേഷൻസിലേക്ക് വരിക. ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ വ്യൂവർ എന്ന് പറയുന്നത്. നമ്മുടെ ആനിമേഷൻ ആവശ്യമായിട്ടുള്ള, നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു വീഡിയോന് ആവശ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടുകളും അല്ലെങ്കിൽ ആ ചിത്രങ്ങളും ഒക്കെ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇവിടെയാണ്.
നമ്മുടെ മൗസിൻ്റെ സ്ക്രോൾ ചെയ്തിട്ട് ഇങ്ങനെ സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനും പറ്റും. അപ്പോൾ ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഒരു വൈറ്റ് പോർഷൻ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. ഈ സൈഡിൽ കാണുന്ന ഇവിടെ കാണാം കോൾ 1, കോൾ 2, കോൾ 3 അങ്ങനെ ഓരോരോ കോളങ്ങളായിട്ട് കാണാം. ഇതിനെയാണ് നമ്മൾ എക്സ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എക്സ് ഷീറ്റുകൾ ഇവിടെയുണ്ട്. ഇതിനകത്താണ് നമുക്ക് ഓരോ ഫ്രെയിമുകളും നമ്മൾ കൊടുക്കുന്നത്. ഇത് ഒന്നാമത്തെ ഫ്രെയിം, 2, 3, 4 അങ്ങനെ താഴോളം വരും. ഓരോ കോളത്തിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും. കൂടുതൽ ആലോചിച്ച് കോംപ്ലിക്കേഷൻ ആക്കണ്ട, ഇതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആദ്യം പറഞ്ഞിട്ടുണ്ട് മുകളിൽ കുറച്ച് റൂം ഉണ്ട് എന്ന് അല്ലേ. അതിൽ ആദ്യത്തെ റൂം നോക്കിയേ, ഡ്രോയിങ്. ഇതിൽ 3 റൂമുകൾ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡ്രോയിങ് എന്ന് പറയുന്ന റൂം യൂസ് ചെയ്യുന്നത് പേര് പോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ വരച്ച് ചേർക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഡ്രോയിങ് എന്ന റൂം ചൂസ് ചെയ്യുന്നത്. ആനിമേഷനാണ് നമുക്ക് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൂം. ആനിമേഷൻ എന്ന് പറഞ്ഞ റൂം ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് ആനിമേഷൻ്റെ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആനിമേഷനൊക്കെ കൊടുക്കുന്നത്. അടുത്തത് ബ്രൗസർ എന്ന് പറയുന്ന ഒരു റൂമാണ് അവസാനമായിട്ട് കാണാം. ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് ആവശ്യമായുള്ള ചിത്രങ്ങളൊക്കെ തന്നെ ലോഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടിയാണ് ബ്രൗസർ എന്ന് പറയുന്ന റൂം യൂസ് ചെയ്യുന്നത്. ഈ 3 റൂമുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആദ്യം വരാൻ വേണ്ടി പോകുന്നത് ആനിമേഷൻ എന്ന് പറയുന്ന റൂമിലാണ്. എന്നിട്ട് നമ്മുടെ പരിപാടി അങ്ങോട്ടേക്ക് തുടങ്ങുന്നതാണ്. ആദ്യത്തെ കോളം കാണാലോ, ഓരോ കോളത്തിലായിരിക്കും നമ്മൾ ഓരോ ചിത്രങ്ങളൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിനെ സെപ്പറേറ്റ് ആനിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആദ്യം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് വേണം. ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ആദ്യത്തെ കോളത്തിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യത്തെ കോളത്തിലെ ഫസ്റ്റ് ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സിമ്പിൾ. എന്നിട്ട് നേരെ ബ്രൗസർ എന്ന് പറയുന്ന റൂമിലേക്ക് പോവാം. ബ്രൗസറിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ കാണാൻ കൺഫ്യൂഷൻ ആവണ്ട. നമുക്ക് ആനിമേഷൻ എന്ന് പറഞ്ഞ ഒരു ഫോൾഡറിനകത്താണ് നമ്മുടെ ചിത്രങ്ങളൊക്കെ ഉള്ളത്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഒക്കെ അതിനകത്താണ് ഉള്ളത്. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിലേക്ക് നമ്മൾ ആ ഒരു ഫോൾഡറിനെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ആനിമേഷൻ എന്ന് പറഞ്ഞ ഫോൾഡറിനെ എടുത്തിട്ട് ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് മൈ ഡോക്യുമെൻറ്റ്സ് എന്ന് കാണാം. ആ മൈ ഡോക്യുമെൻറ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനകത്തുള്ള ഫോൾഡേഴ്സ് ഇത് ഇവിടെയും കാണാൻ പറ്റും, ഇവിടെയും കാണാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി വൃത്തിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഐക്കൺസ് കണ്ടോ, ഐക്കൺസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ അത് ഐക്കണായിട്ട് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഏത് ഫോൾഡറിലാണോ നിങ്ങളുടെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫോൾഡറിൽ ഏതിലാണോ ഇട്ട് വെച്ചിട്ടുള്ളത് ആ ഫോൾഡർ ഇവിടെ നിന്ന് ചൂസ് ചെയ്യാം. ഡെസ്ക്ടോപ്പും ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഏതിലാണോ അതിലേക്ക് വരിക. ഓക്കെ, അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ആയിട്ട് ആനിമേഷൻ എന്ന് പറയുന്ന ഫോൾഡർ ഉണ്ട്, ഓപ്പൺ ചെയ്യാം. ഇപ്പം നമുക്ക് വേണ്ടത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് BG എന്ന പേരുള്ള ഈ ഒരു ഇമേജ് ആണ്. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക അല്ല വേണ്ടത്. സാധാരണ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടൊക്കെയാണ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഡബിൾ ക്ലിക്ക് അല്ല ചെയ്യേണ്ടത്. ഇതിന് മുകളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ലോഡ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട്, ശ്രദ്ധിക്കണം, ലോഡ്. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടും കാണാം, ലോഡും കാണാം. ഇവിടെ ലോഡാണ് കൊടുക്കേണ്ടത്. ഇവിടെയും ലോഡ് കൊടുക്കുക. കഴിഞ്ഞു. അപ്പോൾ തന്നെ BG എന്ന ഒരു പേര് ഇവിടെ വന്നിട്ടുണ്ട്. ക്ലിയർ. ഇനി എന്ത് ചെയ്യുക, നേരെ തിരിച്ച് ആനിമേഷൻ എന്ന് പറഞ്ഞ റൂമിലേക്ക് വരിക. അപ്പം തന്നെ ആ ഫസ്റ്റ് കോളത്തിൽ നമ്മുടെ ആ ഒരു ചിത്രം ആഡ് ആയിട്ടുണ്ട്. ആ ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ നിങ്ങൾക്ക് കാണാം BG എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിവിടെ എത്ര മിനിറ്റ് ഡ്യൂറേഷനുള്ള ആനിമേഷനാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതെന്ന് തീരുമാനിക്കണം. നമ്മുടെ സ്റ്റോറി ബോർഡ് പ്രകാരം 5 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ആനിമേഷനാണ് റെഡിയാക്കുന്നത്. 5 സെക്കൻഡ് ദൈർഘ്യമുള്ള, നമ്മൾ ഓൾറെഡി സ്റ്റോറി ബോർഡിൽ അത് റെഡിയാക്കി വെച്ചതാണ്. 5 സെക്കൻഡ് ആയിരിക്കും നമ്മുടെ ഡ്യൂറേഷൻ. 5 സെക്കൻഡ് ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു കുഞ്ഞ് കാൽക്കുലേഷൻ നമുക്കിവിടെ ചെയ്യാനുണ്ട്. സിമ്പിളാണ്. അതായത് ആദ്യം നമ്മൾ ആ ഒരു പ്രൊജക്റ്റ് റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഫ്രെയിം റേറ്റ് എന്ന് പറയുന്നത് 12 ആണ്. അതായത് 1 സെക്കൻഡിൽ 12 ഫ്രെയിമുകളായിരിക്കും വരുന്നത്. അത് നമ്മൾ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 സെക്കൻഡിൽ 12 ഫ്രെയിമുകളാണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചതെങ്കിൽ 5 സെക്കൻഡ് ഡ്യൂറേഷനുള്ള വീഡിയോ ആക്കാൻ എത്ര ഫ്രെയിം വേണ്ടി വരും? 12 × 5 എത്രയാ? 60. അപ്പൊ നമുക്കിവിടെ 60 ഫ്രെയിമുകളാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മളിപ്പം കണക്ക് കൂട്ടി വെച്ചിട്ടുള്ളത് പ്രകാരം 60 ഫ്രെയിമുകൾ വേണം. 12 × 5 5 സെക്കൻഡാണ്. അതുകൊണ്ട് 12 × 5 60 ഫ്രെയിം വേണം. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ വേണ്ടേ? ആ 5 സെക്കൻഡിൽ നമുക്ക് വേണം. അതുകൊണ്ട് 60 ഫ്രെയിമിലും നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊണ്ടുപോയി ഇടണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് 2 മാർഗം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം. ഒന്നിക്കൽ എന്ത് ചെയ്യുക, ഈ ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യാം.
ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടില്ല ഒരു ചെറിയൊരു സാധനം, അതിനെയാണ് നമ്മൾ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടു റിപ്പീറ്റ് സെലക്റ്റഡ് സെൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് പ്രസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചിട്ട് ഒന്ന് ഡ്രാഗ് ചെയ്ത് നോക്കി. പ്രസ് ചെയ്ത് പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ ഇങ്ങനെ താഴോട്ട് വരും. ഇങ്ങനെ വലിച്ച് 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 നമുക്ക് വേണ്ടത് 60 ഫ്രെയിമാന്ന് പറഞ്ഞിട്ടുണ്ട്, 60ലേക്ക് കൊണ്ടുപോയി ഇടുക. 60 വരെ ഇത്രയേ ചെയ്യാനുള്ളൂ. ഇതാണ് ഒന്നാമത്തെ മാർഗം. അപ്പോൾ ഇതാ ഏത് ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു ചിത്രം കാണാം. ആഡ് ചെയ്യാത്ത വേറെ ഏതെങ്കിലും ഫ്രെയിം ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ആ ഒരു ചിത്രം വരില്ല. വേറെ ഒരു മാർഗം കൂടി പറഞ്ഞുതരാം. നമ്മുടെ ഫസ്റ്റ് ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതാ, എന്നിട്ട് ഇത് ഇവിടെ റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരു ഐക്കൺ ഉണ്ട്, റിപ്പീറ്റ്. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എത്ര ഫ്രെയിം വരെ വേണമെന്നുള്ളത്, ഈ അപ് ടു ഫ്രെയിം എന്ന സ്ഥലത്ത് എത്ര ഫ്രെയിമിലേക്ക് വരെ ആഡ് ചെയ്യണം എന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് 60 ആണെങ്കിൽ 60, ജസ്റ്റ് 60 എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, 60 എന്ന് ടൈപ്പ് ചെയ്തിട്ട് റിപ്പീറ്റ് കൊടുക്കുക. അങ്ങനെ ചെയ്താലും 60ാമത്തെ ഫ്രെയിം വരെ അത് റിപ്പീറ്റായിട്ട് വന്നോളും. ഇത് നിങ്ങളുടെ സൗകര്യമാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു മാർഗം യൂസ് ചെയ്താൽ മതി. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നമ്മുടെ ഒരു മേഘം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആനിമേഷനാണ്. അപ്പോൾ നമുക്കിനി എന്ത് വേണം? ഒരു മേഘത്തിന് വേണം. മേഘത്തിൻ്റെ ചിത്രമൊന്നും നമുക്ക് തന്നിട്ടില്ല. നമുക്ക് നമ്മുടെ ഈ ഒരു ഓപ്പൺ ടൂൾസിൽ തന്നെ വരച്ചിട്ടുണ്ടാക്കാൻ പറ്റും, ചിത്രങ്ങൾ വരച്ചുണ്ടാക്കാൻ വേണ്ടി പറ്റും. റാസ്റ്റർ ഇമേജ് എന്താണ്, വെക്റ്റർ ഇമേജ് എന്താണെന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? നമുക്ക് കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ട് വ്യക്തതയോടുകൂടിയൊക്കെ കിട്ടാൻ വേണ്ടി നമ്മളിവിടെ വെക്റ്റർ ഇമേജ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്ലൗഡിന്, നമ്മുടെ മേഘത്തിന് ആനിമേഷനൊക്കെ കൊടുക്കണം. അതുകൊണ്ട് നമ്മൾ മേഘത്തെ ആഡ് ചെയ്യുന്നത് അടുത്ത കോളത്തിലാണ്. അടുത്ത കോളത്തിലെ ഫസ്റ്റ് ഫ്രെയിമില്ലേ, അടുത്ത കോളത്തിലെ ഫസ്റ്റ് ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അടുത്ത കോളത്തിൻ്റെ അകത്തുള്ള ഫസ്റ്റ് ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ലോഡ് ലെവൽ, ന്യൂ ലെവൽ എന്നെല്ലാം കാണാൻ പറ്റും. അതിൽ ന്യൂ ലെവൽ എന്നത് ക്ലിക്ക് ചെയ്യാം. ന്യൂ ലെവൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് അതിനൊരു പേര് കൊടുക്കാൻ പറയുന്നുണ്ട്. ഞാനിവിടെ ക്ലൗഡ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ടൈപ്പ് ഉണ്ട് ഇവിടെ. ഈ ടൈപ്പിൽ വെക്റ്ററും കാണാം, റാസ്റ്ററും ഒക്കെ കാണാൻ പറ്റും. അതിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നത് വെക്റ്ററാണ്. അതുകൊണ്ട് ടൂൾസ് വെക്റ്റർ ലെവൽ എന്നത് ചൂസ് ചെയ്യാം. വേറെ ഒന്നും ഇവിടെ മാറ്റം വരുത്തണ്ട, ഓക്കെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അവിടെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ക്ലൗഡ് എന്ന പേരിൽ ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ആവശ്യമായുള്ള ക്ലൗഡ് വരച്ച് ചേർക്കണം. നമ്മൾ ആദ്യം പറഞ്ഞു നമുക്കിവിടെ കുറേ റൂംസ് ഉണ്ട്. അതിൽ ഡ്രോയിങ് എന്ന് പറയുന്ന റൂമാണ് വരക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടാണുള്ളത്, ഇവിടെ ക്ലിക്ക് ചെയ്ത് വെച്ചിട്ടാണുള്ളത്. അതുകൊണ്ട് നേരെ ഡ്രോയിങ്ങിലേക്ക് വരിക. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇവിടെ വരക്കാൻ വേണ്ടി ഇവിടെ സൈഡിലായിട്ട് നമ്മുടെ ടൂൾ ബാർ ഉണ്ട്. ഇവിടെ ബ്രഷ് ടൂൾ കാണാലോ, ബ്രഷ് ടൂൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വരക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ബ്രഷിൻ്റെ കുറേ കാര്യങ്ങൾ വ്യത്യാസം വരുത്താം. അതായത് ഇവിടെ നമുക്ക് അതിന് സ്മൂത്ത് അങ്ങനത്തെ തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമുക്ക് ഇവിടെ വ്യത്യാസം വരുത്താം. അതൊക്കെ നിങ്ങൾക്ക് ഇതിങ്ങനെ പിടിച്ച് വലിച്ചിട്ടൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തി നോക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ ഒരു മേഘത്തിനെ വരക്കുന്നതാണ്. കളർ നമുക്കിവിടെ ചൂസ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു മേഘം വരച്ചു കൊടുക്കാം. ഇത് മേഘമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്യുക, സമയം എടുത്തുകൊണ്ട് നല്ലൊരു മേഘത്തിനെ വരക്കാം. ഇനി ഈ മേഘത്തിൻ്റെ അകത്തേക്ക് നമുക്ക് കളർ ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂൾ ബാറിൽ തന്നെ ഇതാണ് ഫിൽ ടൂള്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഫിൽ ടൂളിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇവിടെ ആയിട്ടൊരു പുതിയൊരു കളർ നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ന്യൂ സ്റ്റൈൽ എന്നത് ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്, ബ്ലാക്കിലാണ് നമ്മൾ വരച്ചത്. പുതിയൊരു കളർ നമുക്ക് എടുക്കണം. അതിന് ന്യൂ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എല്ലാ കളറും കാണാം. ഇതിൽ നമുക്ക് ആവശ്യമുള്ള കളർ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വൈറ്റാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു വൈറ്റ് ഞാനിവിടെ ചൂസ് ചെയ്യാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനകത്ത് അത് ഫില്ലായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇനി വേറെയും ടൂളുകളുണ്ട്. നിങ്ങൾക്ക് ഇതിനെ കുറച്ചും കൂടി ഭംഗി കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്ത് നോക്കാം. ക്ലിയർ? അപ്പോൾ നമ്മുടെ ഡ്രോയിങ്ങിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഞാനൊരു മേഘം വരച്ചിട്ടുണ്ട്. ആ മേഘത്തിനൊരു കളർ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, തിരിച്ച് ആനിമേഷൻ എന്ന് പറയുന്ന ടാബിലേക്ക് പോകാം. ആ ഒരു റൂമിലേക്ക് പോകാം. ആനിമേഷൻ എന്നത് ചൂസ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് ആ ഒരു മേഘം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ ഒരു ടൂൾ ബാറിൽ നിന്ന് നമ്മളിപ്പോൾ ആ ടൂൾ ബാറിൽ നിന്ന് ഫിൽ ടൂൾ ചൂസ് ചെയ്തത് കൊണ്ടാണ് ഈ ഒരു ബക്കറ്റ് ഇങ്ങനെ വരുന്നത്. അതൊന്ന് മാറ്റി കൊടുക്കാം. അതിനുവേണ്ടി ഇത് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ടൂൾ ഉണ്ട്. സെലക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ടൂൾ ജസ്റ്റ് ഒന്ന് ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ ഒന്നാമത്തെ ഫ്രെയിമിൽ നമ്മുടെ ക്ലൗഡ് വന്നു. രണ്ടാമത്തെ ഫ്രെയിമിൽ ആ ക്ലൗഡ് ഉണ്ടോ? ഇല്ല. മൂന്നാമത്തേലുണ്ടോ? ഇല്ല. നമ്മൾ എത്ര ഫ്രെയിം ഉണ്ട് ആ എല്ലാ ഫ്രെയിമിലേക്കും എന്ത് വേണം, ക്ലൗഡ് വരുത്തണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. ഒന്നിക്കൽ എന്ത് ചെയ്യുക, ഇവിടെ പിടിച്ച് വലിക്കുക, അല്ലെങ്കിൽ റിപ്പീറ്റ് കൊടുത്തിട്ട്
നമ്മൾ 60 എന്ന് അവിടെ ടൈപ്പ് ചെയ്താൽ മതി. നമ്മൾ നേരത്തെ സെയിം സാധനം നിങ്ങളുടെ സൗകര്യം ഏതാണോ അതിനനുസരിച്ച് ചെയ്യാം. ഞാൻ തൽക്കാലം ഇത് പിടിച്ച് വലിക്കാനാണ് പോകുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിച്ചാൽ മതി. 60 വരെ. ഇപ്പം 60ാമത്തെ ഫ്രെയിം എടുത്താലും 1ാമത്തെ ഫ്രെയിം എടുത്താലും ഇടയിലുള്ള ഏത് ഫ്രെയിം എടുത്താലും അവിടെയൊക്കെ അത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ കടക്കുന്നു. ആനിമേഷൻ ചെയ്യുന്ന ഭാഗം സിമ്പിളാണ്. ഈ ഒരു മേഘത്തിനെ ഈ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് നമുക്ക് നീങ്ങുന്ന ഒരു ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ഫ്രെയിമിൽ ആദ്യത്തെ ഫ്രെയിമിൽ ഇവിടെ മേഘം വരണം, 2ാമത്തെ ഫ്രെയിമിൽ കുറച്ച് ഇങ്ങോട്ട് വരണം, അടുത്ത ഫ്രെയിമിൽ കുറച്ച് ഇങ്ങോട്ട് വരണം. നമ്മൾ ഓരോ ഫ്രെയിം സെറ്റ് ചെയ്ത് കൊടുക്കണം. എന്നാൽ ഓപ്പൺ ടൂൺസ് പോലുള്ള ഈ ഒരു ആനിമേഷൻ സോഫ്റ്റ്വെയറിൽ നമുക്ക് വേണ്ട ആദ്യത്തെ ഫ്രെയിമും അവസാനത്തെ ഫ്രെയിമും നമ്മൾ കറക്റ്റ് കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിടയിലുള്ള ബാക്കി എല്ലാ ഫ്രെയിമും സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലെങ്കിൽ ആ സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ് ട്യൂനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ട്യൂനിങ് എന്ന് പറയുന്ന ആ ഒരു ടെക്നിക്കിലൂടെ നമ്മുടെ ഫസ്റ്റ് ഫ്രെയിമിൽ എവിടെ മേഘം വേണമെന്നുള്ളതും അവസാനത്തെ ഫ്രെയിമായിട്ടുള്ള ഈ 60 എന്ന് പറയുന്ന ആ ഒരു ഫ്രെയിമിൽ എവിടെ മേഘം വേണമെന്നും നമ്മൾ സെറ്റ് ചെയ്താൽ അതിനിടയിലുള്ള ബാക്കി എല്ലാ ഫ്രെയിമും സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് തീരുമാനിച്ചോളും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ആ ഫ്രെയിമുകളെയാണ് നമ്മൾ കീ ഫ്രെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ കീ ഫ്രെയിം ആദ്യത്തെ 1ാമത്തതും പിന്നീടുള്ളത് 60 എന്ന് പറയുന്ന ഈ അവസാനത്തതുമാണ്. ആ 2 ഫ്രെയിമാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ഫ്രെയിമിലേക്ക് വരിക, ആദ്യത്തെ ക്ലൗഡിൻ്റെ ആദ്യത്തെ ഫ്രെയിമിലേക്ക് വരിക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ടൂൾ ബോക്സിൽ ഇവിടെ നിങ്ങൾക്കൊരു ടൂൾ കാണാം, ആനിമേറ്റ് ടൂൾ എന്നാണ് അതിൻ്റെ പേര്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നിങ്ങൾക്ക് മുകളിൽ പൊസിഷൻ എന്ന് കാണാം. പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ. റൊട്ടേഷൻ പേരറിയാലോ, അതായത് റൊട്ടേറ്റ് ചെയ്യാൻ. സ്കെയിൽ നമുക്ക് വലുതാക്കുക ചെറുതാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ്. നമുക്കിവിടെ ചെയ്യേണ്ടത് പൊസിഷനാണ്. പൊസിഷൻ ചൂസ് ചെയ്യാം. ഇനി നമ്മുടെ ക്ലൗഡ് ആദ്യത്തെ ഫ്രെയിമിൽ എവിടെ വേണം അവിടെ സെറ്റ് ചെയ്യാം. ഞാൻ ക്ലൗഡിനെ പിടിച്ച് ഇവിടെ സെറ്റ് ചെയ്യുന്നു. തുടക്കം വേണ്ടത് എനിക്ക് ഇവിടെ നിന്നാണെന്ന് വിചാരിക്കാം. ഇവിടെ ഈ ഒരു ഭാഗം മാത്രമേ നമുക്ക് കാണാൻ പറ്റുമേ, ഇങ്ങുള്ളത് കാണാൻ പറ്റൂല. ഓക്കെ, ഔട്ട്പുട്ടിൽ ഈ ഒരു ഭാഗം ഉണ്ടാവില്ല. ഫസ്റ്റ് ഫ്രെയിമിൽ എൻ്റെ ക്ലൗഡ് ഇവിടെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്പം തന്നെ നിങ്ങൾക്ക് ഇത് ഇവിടെ കണ്ടില്ല, കീ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് നമ്മൾ കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്തു. ഇനി ഏറ്റവും അവസാനത്തെ ഫ്രെയിമിലേക്ക്, അവസാനത്തെ ഫ്രെയിം എന്നില്ല, നിങ്ങൾക്ക് ഏതാണോ അടുത്ത കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്യേണ്ടത് ആ ഫ്രെയിമിലേക്ക് വരിക. ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ മാത്രമേ ചെയ്യാനുള്ളൂ. അതുകൊണ്ട് ലാസ്റ്റ് ഫ്രെയിമിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ ലാസ്റ്റ് ഫ്രെയിമിലേക്ക് എത്തുമ്പം ക്ലൗഡ് എവിടെ വരണം എന്നുള്ളത് ചൂസ് ചെയ്യാം. ഈ ക്ലൗഡിനെ പിടിച്ചിട്ട് ഞാനിത് ഇവിടെ വരുത്താണ്. ഓക്കെ, അപ്പോൾ തന്നെ ഇവിടെ കണ്ടില്ലേ ചെറിയൊരു കീ വന്നിട്ടുണ്ട്. ഇതും നമ്മൾ കീ ഫ്രെയിമായിട്ട് ആഡ് ചെയ്തു. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി നമുക്കിതാ ഇവിടെ കണ്ടില്ലേ, ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഫ്രെയിം എന്ന് പറയുന്നത്. അതായത് നമുക്കൊന്ന് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് പോയിട്ട് വരാം. ജസ്റ്റ് ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വരിക. ഇവിടെ പ്ലേ ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ക്ലിയർ അല്ലേ? ആദ്യത്തെ ഫ്രെയിമിൽ ഇവിടെയായിരുന്നു, ലാസ്റ്റ് ഫ്രെയിമിൽ എത്തുമ്പോൾ അത് ഇവിടെ എത്തി. അതിനിടയിലുള്ള ബാക്കി ഫ്രെയിമുകളൊക്കെ തന്നെ ട്യൂനിങ് എന്ന ടെക്നിക്കിലൂടെ സോഫ്റ്റ്വെയർ അതിനെ ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തു. ഇനി നമുക്കിത് സേവ് ചെയ്ത് വെക്കണം. ഇടയ്ക്കിടെ സേവ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നമ്മുടെ വേറെ ഫയലുകളൊന്നും നഷ്ടപ്പെട്ടു പോകില്ല. ഇനി നമുക്ക് കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ചെയ്യേണ്ടെങ്കിൽ ആ പരിപാടിയൊക്കെ എളുപ്പമായിരിക്കും. സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫയലിലേക്ക് പോവാം. ഫയലിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സേവ് ഓൾ എന്ന് കാണാം. സേവ് ഓൾ അത് ചൂസ് ചെയ്യാം. അപ്പോൾ അത് കൃത്യമായിട്ട് നമ്മുടെ ഈ ഒരു ഓപ്പൺ ടൂൺസിൻ്റെ ഒക്കെ തന്നെ പ്രൊജക്റ്റ് സേവായി കിടക്കുന്ന ആ ഒരു ഫോൾഡറിനകത്തേക്ക് പോയിട്ട് സേവ് ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കിതിനൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കൂടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത കോളമാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത പോലെ തന്നെ അടുത്ത കോളത്തിൽ ഫസ്റ്റ് ഫ്രെയിം എടുക്കുക. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ആ ഒരു ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് ബ്രൗസർ എന്ന് പറയുന്ന ഈ ഒരു റൂം എടുക്കുക. എന്നിട്ട് ആവശ്യമായിട്ടുള്ള ആ ഒരു ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, വേറൊരു ചെറിയ എളുപ്പമാർഗം പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മുടെ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ ഫയൽസിൽ ഡോക്യുമെൻറ്റ്സിലാണ് നമ്മുടെ ഫയൽസൊക്കെ നമ്മൾ ഇട്ട് വെച്ചിട്ടുള്ളത്. അതിൽ ആനിമേഷൻസിൽ സീൻ 1ൻ്റെ അകത്ത് BG Music 1.mp3 എന്ന് പറയുന്ന ഒരു MP3 ഫയലുണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഇതിനെ വലിച്ചിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഈ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് കൊണ്ടുപോയി ഇടുക. അപ്പോൾ ഇവിടെ ലോഡ് എന്ന് പറയുന്നത് കാണും. ലോഡ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
ജസ്റ്റ് കാണിച്ചു തന്നതാണ്. മറ്റേ ഈ ഒരു ബ്രൗസറിൽ പോയിട്ട് ചെയ്യുന്നത് തന്നെ പ്രാക്ടീസ് ചെയ്യുക, കാരണം തിയറിയിലൊക്കെ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് കാണിച്ചു തന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഒരു ഓഡിയോ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അത് 60 ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ഇത് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് വരുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഫസ്റ്റ് ഫ്രെയിമിൽ വരാം. എന്നിട്ടൊന്ന് പ്ലേ ചെയ്യുന്നു. ഇപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടക്കം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് ഫയലാണ്, ഇത് നമുക്ക് സേവ് ചെയ്യാം. പ്രൊജക്ട് ഫയൽ സേവ് ചെയ്യാൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫയലിൽ സേവ് ഓൾ എന്നത് ക്ലിക്ക് ചെയ്യാം. ഫയലിൽ സേവ് ഓൾ. അപ്പോൾ ഓൾറെഡി ഇത് ഇവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ലൂണ എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റിൽ അതവിടെ സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഇതിനൊരു വീഡിയോ ഫയലാക്കി മാറ്റണം. അപ്പോൾ ഒരു MP4 പോലുള്ള ഒരു വീഡിയോ ഫയൽ ഫോർമാറ്റിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ റെൻഡറാണ് ചൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇങ്ക്സ്കേപ്പിലൊക്കെ PNG പോലുള്ള ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ റെൻഡറാണ്. റെൻഡർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മെനു ബാറിൽ തന്നെ റെൻഡർ എന്ന് കാണാം. റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്ന് കാണാം. ഫാസ്റ്റ് റെൻഡർ ടു MP4 അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ തന്നെ അത് എവിടെയാണ് റെൻഡർ ആവുന്നത്? എവിടെയുണ്ട്? ഡെസ്ക് ടോപ്പിലാണ് അത് റെൻഡർ ആവുന്നത്. ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. റെൻഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? റെൻഡർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഞാൻ ഇതൊന്ന് മിനിമൈസ് ചെയ്യാണ്. അപ്പോൾ തന്നെ ഇവിടെ ഡെസ്ക് ടോപ്പിൽ, ഇതാണ് നമ്മുടെ ഡെസ്ക് ടോപ്പ്. ഡെസ്ക് ടോപ്പിൽ നമ്മുടെ ഈ ഒരു സീന് കാണാം. ചിലപ്പോൾ ഇത് ഇവിടെ ഈ ഒരു സൈഡിലൊക്കെയാണ് ഉണ്ടാവുക. ഓക്കെ, ഇവിടെ സീൻ 1 MP4 എന്ന് പറഞ്ഞാൽ അതൊരു വീഡിയോ ഫയലായിട്ടുണ്ട്. ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ക്ലിയർ അല്ലേ? നമ്മൾ തയ്യാറാക്കിയുള്ള ഒരു ആനിമേഷൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഫസ്റ്റ് സീനൊക്കെ നമ്മൾ റെഡിയാക്കി അതിനെ റെൻഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ടിലൂടെ സെക്കൻഡ് സീനും കൂടി റെഡിയാക്കിയിട്ട് നമ്മൾ അത് രണ്ടും കൂടി ചേർത്ത് ഒരു അടിപൊളി വീഡിയോ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ്. നമുക്ക് എന്തായാലും ഇനി അടുത്ത പാർട്ടിലൂടെ കാണാം. അതുവരെ ഇറ്റ്സ് മീ ദർശൻ സൈനിങ് ഓഫ് ഫ്രം ഫ്രഷ് ബൈറ്റ്സ്.